അത് ഈ പറഞ്ഞ പോലെ അപ്രിസിയേഷൻ എന്ന് പറയുന്ന സാധനം. അതായത് ഞാൻ ഇതുവരെ പറയാത്തൊരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ, മെയിൻ ക്യാരക്ടർ അമൽ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. ഇവനാണ് എന്നെ അപ്രിസിയേഷൻ ചെയ്യുന്ന ആള്. ലൈക്ക് ഈ പറഞ്ഞ ഉള്ളുണ്ടോ തുടങ്ങുമ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളാണ്. സ്ക്രിപ്റ്റ് അറിയില്ല, പക്ഷെ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗിൽ അമലുണ്ടാവും. ഡയറക്ടർ അറിയില്ല, ഡയറക്ഷൻ അറിയില്ല, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാനുണ്ടാവും. അങ്ങനെ ഇവനാണ് എന്നെ മോട്ടറാക്കുന്നത്. നീ ഓnkല്ലേ ആദ്യം വർക്ക് ചെയ്തിട്ടേക്കാ എന്ത് ചെയ്താലും ഫസ്റ്റ് ഞങ്ങൾ കോൾ ചെയ്തിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളെ പ്ലാൻ ആയിരിക്കും ഈ അപ്രിസിയേഷൻ പ്ലാൻ. എങ്ങനെ നീ എന്താക്ക് ഇങ്ങനെ പറഞ്ഞെന്ന് പറയണം. ഫേക്ക് അക്കൗണ്ട് മെസ്സേജ് മാത്രല്ല, നീ പറയണം അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടി പറഞ്ഞു അടിപൊളിയാണ്. അതിന്റെ അഭിപ്രായം സിബിന്റെ ആക്ടിങ് അതുപോലെ നീ അതിൽ ടെക്സ്റ്റ് ചെയ്യണം. ഞങ്ങളെ പ്ലാൻ ചെയ്യുന്നു കുറേ സാധനങ്ങൾ. ഇത് അറിയാത്ത വേറൊരു സാധനമുണ്ട്, ഇവൻ ഇടയ്ക്ക് എന്നെ മോട്ടറാക്കലുണ്ട്. അത് ഞാൻ ഇവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇവൻ ഞാനെന്ത് എങ്ങനെ ഞാനിപ്പോ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ പറയുന്ന പോലെ എടാ അടിപൊളി സാധനം, കിടില സാധനം, ഇത് വർക്കാവും പറയും. എവിടെ വർക്കാവും ആ സാധന. പക്ഷെ ഇവന്റെ ആ ഒരു സാധനം ലൈക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഓനെ വിളിച്ചിട്ട് ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഇരിക്കും, ഓൻ കേക്കും. അത് അങ്ങനത്തെ ഒരാൾ വേണം. ലൈക്ക് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ടുള്ളവരോട് പറയാൻ പറ്റും. ഞാൻ എന്ത് ഐഡിയ കിട്ടുകയാണെങ്കിലും ആദ്യം ഇങ്ങോട്ടുള്ളവർക്ക് പറയാം. ചിലപ്പോൾ സുഹേലിനോടോ ഷാഹിനോടോ ആക്കലിനോടൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പറയും. അതേപോലെ അത് പറയാനും അതിനെ നമ്മളിപ്പം പറയും ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറയാം. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മളത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്രിഷിയേറ്റ് ചെയ്യണം ശരിക്കും. അതായത് എന്നാലാണ് ഒരു കാര്യം സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. പിന്നെ സ്റ്റാർട്ടിങ് കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് ക്രിറ്റിസൈസോ എന്തുവാണെങ്കിലും ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഈ പറയുന്ന പോലെ ഓരോന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലെ സമയത്ത് ഞങ്ങൾ ഈ ടൈം ട്രാവൽ പടങ്ങളൊക്കെ കണ്ടിട്ട് ടൈം ട്രാവൽ സിനിമ എടുക്കാൻ വെച്ചിട്ട് ഞാൻ കഥ ഉണ്ടാക്കും. ഇവൻ ഈ പറയുന്ന പോലെ കിടില സാധനം വർക്കാവും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പറയും. ഞാൻ എന്നിട്ട് ഈ സാധനം വിളിച്ചിട്ട് സിബിനോട് അഭിരാമം പറയും എന്താണ് ആ സാധനം, എന്താ ഇത് മനസ്സിലാണ്ട് വരില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഇവനാണ് ഏകദേശം എന്നെ ഇങ്ങനെ വാർത്തെടുത്തൊരുത്തനിൽപ്പെട്ട ഒരാള്. പിന്നെ പറയുമ്പോൾ ഈ കാക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, റോൾ മോഡൽസ് ഉണ്ട് എനിക്ക്. ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്താത്ത ഉണ്ട്. ഇത്താത്ത ഭയങ്കര ഓവർ ടാലന്റഡ് ആണ്. എക്സ്ട്രാ കൈവന്നിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. കവിത ഒക്കെ ഇട്ടു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കവിത സമാഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് കോപ്പി അടിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ ആള് ഓൾറൗണ്ടറാണ്. ആവശ്യത്തിൽ കൂടുതൽ പഠിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ വരക്കും, കവിത എഴുതും. ഇതിനൊക്കെ കൂടുതൽ അല്ല, ഇതെനിക്ക് റെസ്പോൺസിബിലിറ്റി ആവുക എങ്ങനെ വെച്ചാൽ ഇവള് 4 സ്കൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 സ്കൂൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ എനിക്ക് പ്രഷർ വരും. ഓക്കെ ഇവളെ അനിയനാണ്, റിസ്വാനൻ്റെ അനിയനാണ്, ഓൻ വരക്കും, ഓൻ കവിത എഴുതും. ഞാൻ അങ്ങനെ ചെയ്യൂല, പക്ഷെ ഞാൻ അങ്ങനെ ആണ് അവിടെ. എന്നെ അങ്ങനെ അവിടെ ലാബിൽ അങ്ങനെ ആവണം എന്ന് ഒരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ പ്രഷറും ഉണ്ടാവും. ഓക്കെ താത്താനെ ഇതാക്കി കൂടാ, താത്താനെ പോലെ തന്നെ ആയിരിക്കണം, സെയിം കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, ഞാനും വരക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെ കോമ്പറ്റീഷൻ അല്ലാണ്ട് വരച്ച് കൊണ്ടുവരാൻ പറയുന്നത് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വരച്ചിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ചുമരുമല കൊട്ടിക്കൂല ചെറുപ്പത്തിൽ നമ്മളെ ക്ലാസ്സിൽ ഇന്നാള് ചെയ്ത വർക്ക് പറഞ്ഞിട്ട് ചുമരുമല ഉണ്ടാവും, അല്ലെ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ ടൈമിൽ എൻ്റെ താത്തൊരു എനിക്ക് കറക്റ്റ് ഓർമ്മയുള്ള ഒരു പിക്ചർ, എൻ്റെ താത്ത വീട്ടിൽ നിന്ന് വരച്ചിട്ടുള്ള ഒരു സീനറി ഉണ്ടായിരുന്നു. അവള് വാട്ടർ കളർ പെയിന്റ് ഒന്നും ചെയ്തിട്ടുള്ളത്. അതായത് ആ ടൈമിൽ നമ്മൾ 4ലൊക്കെ പഠിക്കുന്ന ടൈമിൽ എല്ലാവരും ചെയ്യുക എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരക്കായിരിക്കും, അല്ലെങ്കിൽ മലയും കുന്നും പരിപാടി എല്ലാം സ്ഥിരം കാണുന്ന സാധനങ്ങളായിരിക്കും വരച്ചിട്ടുണ്ടാവും. ഇവളന്ന് ഇവളെ കൈവിലുള്ളൊരു ഡ്രോയിങ് പറഞ്ഞാൽ ഒരു സീനറി, അതായത് ലൈഫുള്ള സീനറി. ഒരാള് കുറച്ച് അരയണ്ണം പരിപാടി ഉണ്ട്, അരയണ്ണോ താറോ എന്തൊരു സാധനത്തിന് ഇങ്ങനെ മേയിച്ചുകൊണ്ട് പോകുന്നൊരു, അതായത് ലൈഫ് ഉണ്ടായിരുന്നു. ഇയാൾ നടക്കുന്ന ആക്ഷനാണ്, ഈ അരയണ്ണങ്ങൾ പറക്കുന്നതും ഇങ്ങനെ അങ്ങനത്തെ ഒരു ആക്ഷൻ ആണല്ലോ. അതൊരു ആക്ഷൻ സാധനം ആ ടൈമിൽ 4ാം ക്ലാസ്സിൽ ഒരാൾ വരച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മള് പണ്ടൊക്കെ ഞങ്ങൾ ട്രേസ് ചെയ്യാം, പേപ്പർ ട്രേസ് ചെയ്യാം, എന്തോ എണ്ണ വെച്ചിട്ട് ഒരു ഓയിൽ വെച്ചിട്ടൊരു പരിപാടി ഉണ്ട്. ഞാൻ ഇത് വെച്ചിട്ടൊരു പേപ്പർ വെച്ച് ഇവിടെ വരച്ച് ട്രേസ് ചെയ്തിട്ട് സ്കൂളിൽ കൊണ്ടുപോയി കാണിച്ചു. അതിൽ കുറെ ലൈൻസ് ഒന്നും ഉണ്ടാവില്ല, താറാവിന് 5 പരിപാടിയൊക്കെ ഉണ്ടാവും, ഈ ലൈൻസ് ഉണ്ടാവില്ല, അതൊന്നും കറക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇത് കൊണ്ടുപോയി കാണിച്ചു, എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. ഞാൻ വരച്ചതാണ്, ബട്ട് ട്രേസ് ചെയ്തതാണ്, കോപ്പി അടിച്ചതാണ്. പിന്നെ അതിങ്ങനെ റെസ്പോൺസിബിലിറ്റി വന്നു, പിന്നെ വരച്ചു കൊടുക്കേണ്ടി വരും, പിന്നെ ഫ്രണ്ട്സിന് വരച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ കോളേജിലെത്തിയ ടൈമിൽ ഇലക്ഷന്റെ പരിപാടി ഉണ്ടാവില്ല, ഇലക്ഷന് എഴുതിയിട്ടുള്ള പരിപാടി, എങ്ങനെ ചിഹ്നല്ല മറ്റേ നാളെ വിജയിപ്പിക്കുക, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് മൊഞ്ചാക്കിയിട്ടുള്ള പരിപാടി ഉണ്ടാവില്ല. അങ്ങനത്തെ സാധനം ചെയ്ത് അതിനെല്ലാം റിവാർഡ്സ് കിട്ടുന്ന അപ്രീസിയേഷൻസ് ആണ്.
ലാസ്റ്റ് ടൈമിലായിരിക്കും അതൊക്കെ ഹാക്റ്റിക്കായിട്ട് ചെയ്യുന്ന പരിപാടികളാണ്, പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട പരിപാടി. അത് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ആരെയും കിട്ടൂല, അല്ലെങ്കിൽ പ്രിന്റ് എടുക്കാൻ കോസ്റ്റ് ഉണ്ടാവും, പക്ഷെ അതിനുള്ള ഇതുണ്ടാവില്ല. ഇതാകുമ്പോൾ ഒരു വെള്ള പേപ്പർ പെയിന്റ് മേടിച്ചെന്നാൽ ആരെങ്കിലുമൊക്കെ ചെയ്യും, പക്ഷെ അത് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. ആ ടൈമിൽ ഹെക്റ്റിക്കായിട്ട് നിൽക്കുന്ന ടൈമിൽ അങ്ങനെ സാധനം ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന അപ്രിസിയേഷൻ വേറെ തന്നെ. അപ്രിസിയേഷൻസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്രിസിയേഷൻ തരുന്നത്. ഓന് ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവനാണ്. അപ്പോൾ ഓൻക്കറിയാം ക്രിയേറ്റീവ് ഒരു പോസ്റ്റർ എങ്ങനെ, ഒരു വെബ്സൈറ്റ് എങ്ങനെ, ഒരു ഡിസൈൻ ഉണ്ടാക്കുക എത്ര ടൈം എടുക്കും, അതൊക്കെ ഓൻക്കറിയാം. ബാക്കി ആർക്കും അറിയണമെന്നില്ല, ഓർക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഓൻക്ക് ഞാനിങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഇത് നൈസ് കേട്ടോ, ഇത് കൊള്ളാം, ആ സാധനം പറയും. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാവും ഓക്കെ ഓൻക്ക് ജഡ്ജ് ചെയ്യാൻ അറിയാം, ഓൻക്ക് ഫോണ്ടിൻ്റെ കളർ അറിയാം, അല്ലെങ്കിൽ ഇതറിയാം, ലൈക്ക് ഫോണ്ട് ഏതാ അറിയാം, കളർ അറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അത് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓൻക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഓനക്ക് സജഷൻസ് തരും, ഓക്കെ ഇത് നീ പഠിക്കും, ഇത് ചെയ്യും, അത് ചെയ്യും. അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓൻ്റെ അടുത്ത് നിന്ന് അറിയുന്നതും ഓൻ്റെ അപ്രിസിയേഷൻ കിട്ടുന്നതും. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഓൻക്ക് ഷെയർ ചെയ്യും. ഓൻ ഇപ്പോഴും എനിക്ക് എന്നെ പഠിപ്പിക്കാൻ നോക്കും. എനിക്ക് ഇപ്പോഴും ഓൻ എന്ത് ചെയ്യും, റീൽസ് അയച്ചു തരും. ഇപ്പോഴും ഒന്ന് ചാറ്റ് നോക്കിയാൽ മതി, ഞാൻ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല കറക്റ്റ് ചില റീൽസ് ഓൻ എനിക്ക് അയച്ചു തരും. ജൗഹർ എന്ന് പറയുന്ന കസിന, ഓനിങ്ങനെ റീൽസ് അയച്ചു തരും. കുറേ ലൈക്ക് എഡ്യൂക്കേഷൻ പരിപാടി. ഇപ്പം ഓൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓന ഇതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കാം. ബാക്കി കസിൻസിനോട് നമ്മളെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടത്തരം പറയുകയാണെങ്കിൽ ഓന് ഞാനും ലൈക്ക് ഡിസൈനെ കുറിച്ചിട്ടും ഫീൽഡിന് സർക്കിളാണ്, നമ്മളെ സർക്കിളാണ്. ഇപ്പോൾ നീ പറഞ്ഞല്ലേ നിനക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടി എന്നുള്ളത്, ഞങ്ങൾക്ക് തോന്നുന്നു ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പേസ് കണ്ടെത്താം. ഒറ്റക്ക് എന്നുള്ള ഞാൻ പറഞ്ഞില്ല, മനുഷ്യന്മാർ ഡിപ്പെൻഡഡാ ഇമോഷണലി ആണെങ്കിലും ആ സ്പേസ് എടുക്കുന്നിടത്താണെങ്കിലും. എനിക്കിപ്പോൾ ഈ ഒരു സ്പേസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ സ്പേസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ലൈക്ക് ഓക്കെ എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഗുഡാണ്, അതേപോലെ തന്നെ എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ കൂടുതൽ ടൈമും നമ്മളെ ഭയങ്കര വർക്ക് നന്നാക്കാൻ നോക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്പേസ് കണ്ടെത്താം. അല്ല ഇപ്പം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കില്ലേ, ലൈക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്നും റെഡി ആവണില്ല എന്നുള്ള സാധനം ഉണ്ടല്ലോ. കുറെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിട്ട് അതിൻ്റെ അടുക്ക് പോയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതായത് സജഷൻസും അതുപോലെ ഐഡിയാസും വരും. ഇതിപ്പോ നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എത്താനുള്ള ചാൻസസ് കുറവാണ്. മറ്റേതാകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നമ്മളായിട്ട് കണക്ട് ആവും, ഒരാൾ സംസാരിക്കുന്ന സമയത്ത്. ഇപ്പൊ ഷാമിൽ എനിക്ക് തോന്നുന്നു നമ്മള് പല ബ്രെയിൻ സ്റ്റോമിങ്ങിലാണ് നല്ല ഐഡിയാസ് വരുന്നത്. അതാണ് നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമ്മൾ ആ കഫേയിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് തുടങ്ങിക്കൂടെ, നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്തൂടെ, ശരിയല്ലേ, നമ്മൾ സംസാരിക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ അതാണ് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പേസിലാണുള്ളത്. നമ്മളെ കമ്മ്യൂണിറ്റി, നമ്മളെ ഒരു സ്ഥലം അവിടെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ നല്ല കമ്മ്യൂണിറ്റി പോയി നമ്മൾ ജോയിൻ അതാണ് മെയിനായിട്ട് ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ. അതാണ് ക്രിയേറ്റീവ് സ്പേസ്. പിന്നെ ഈ ക്രിയേറ്റീവ് സ്പേസിലുള്ള വേർത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷാമിൽ പറഞ്ഞല്ലോ, നമുക്ക് ഒരാൾ എൻ്റെ സാധനം കേൾക്കുന്നുണ്ട്, കേൾക്കാൻ ആൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഹാരിസ്ക ആണെങ്കിലും ഞാൻ എന്തെങ്കിലും പോയി ഐഡിയ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പ്രസൻറ്റേഷൻ്റെ കേസ് പറഞ്ഞപ്പോൾ നീ അത് അന്ന് പ്രസൻറ്റ് ചെയ്യണം, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, എനിക്കത് അന്ന് അങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ചുറ്റുമാണ്. നമ്മുടെ സ്പേസിലാണെങ്കിൽ എനിക്ക് ലൈക്ക് ഞാൻ എൻ്റെ ഐഡിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ ആളത് എങ്ങനെ എടുക്കുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ സാധനം ഉണ്ടാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നെറ്റ്വർക്ക് ഉണ്ട് എല്ലാവർക്കും, സോഷ്യലി നെറ്റ്വർക്ക് ഉണ്ട്, ലൈക്ക് സോഷ്യൽ മീഡിയയിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്, അതല്ലാത്ത ഓഫ്ലൈനിലുള്ള നെറ്റ്വർക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനാണെങ്കിലും അല്ല വേറെ ആർക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് നല്ല ഡൗട്ടാണ്, കുറവായിരിക്കും അല്ലേ. ആൾക്കാർ അങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള നെറ്റ്വർക്ക് അല്ലേ കൂടുതലുണ്ടാവാൻ. അതല്ലാത്തൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ളതാണ് ആ സാധനം ചെയ്യുന്നത്.